കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നേരത്തെ കണ്ടതുപോലെയല്ല അർജുൻ, ഇപ്പോ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ശരിയാ. അർജുനെ ഇപ്പൊ കണ്ടിട്ട് സുഖമായിട്ട് ഉറങ്ങുന്ന പോലെയുണ്ട്. വിഷം ശരീരത്തിൽ നിന്ന് ഇറങ്ങിയത് പോലെയുണ്ട്. ശരിയാണ് കൗസല്യ. ഞാൻ അവനെ ചികിത്സിച്ച് ഭേദമാക്കുമെന്ന് പറഞ്ഞതല്ലേ. കുറച്ചു സമയത്തിനുള്ളിൽ ബോധം തെളിയും. അപ്പൊ നിങ്ങൾ എല്ലാവരോടും സംസാരിക്കും. ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോളെ. കണ്ണി കണ്ടിട്ടും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. തക്ക സമയത്ത് കുട്ടി ദൈവത്തെ പോലെ വന്ന് എന്റെ കൊച്ചുമോനെ സംരക്ഷിച്ചു. നിനക്കെങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. പാമ്പോ? ശരിയാണ്. നിങ്ങൾ ചെയ്ത സഹായത്തിന് നന്ദി. മോനെ ആദിത്യ, മോനെ ആദിത്യ. എന്തു പറ്റി ചേട്ടാ? എന്താ കാര്യം? എന്തിനാ അങ്ങനെ പേടിച്ചു നിൽക്കുന്നത്? ഞാൻ ഭയപ്പെടുന്നത് പോട്ടെ, കാര്യം അറിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പേടിക്കും. ഞങ്ങൾ എന്തിനു ഭയപ്പെടണം? നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഈ സ്ത്രീ. ഇത് മനുഷ്യനല്ല. ഇവന് ചേട്ടാ, എന്തിനാ ടെൻഷൻ ആവുന്നത്? എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ എന്ത് പറയാനാ ശ്രമിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ കണ്ട് പേടിച്ചതുപോലെയുണ്ട്. അതുകൊണ്ടാ പറയാൻ കഴിയാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. ചേട്ടാ, ഒരു കാര്യം ചെയ്യ്. എന്താ പറയാൻ വന്നതെന്ന് ഒരു പേപ്പറിൽ എഴുതാ. ഒരു മിനിറ്റ്. ഇതാ എഴുതൂ. ആവശ്യമില്ലാത്ത തിടുക്കം കൂട്ടിയാ വായും കൈയും മാത്രമല്ല, ശരീരവും കൈകാലുകളും അടക്കം തളർന്ന് താൻ കിടപ്പിലാവും. ഞാൻ പാമ്പായി മാറി അർജുന്റെ ശരീരത്തിലെ വിഷം വലിച്ചെടുത്തത് ഇയാളെ കണ്ടു കാണും. അതെനിക്ക് അറിയില്ല എന്നാണ് ഇയാൾ കരുതിയിരിക്കുന്നത്. അതെ, നിങ്ങൾ പേടിക്കണ്ട. അർജുനെ ഭേദമാക്കിയ പോലെ നിങ്ങളുടെ അസുഖവും ഞാൻ ഭേദമാക്കി തരാം. ഏയ്, നിങ്ങൾ
നിങ്ങൾ പേടിക്കാതിരിക്കോ? ഞാനെല്ലാം ചികിത്സിച്ച് മാറ്റിത്തരാം. മായേ, നീ ഒന്ന് ക്ഷമിക്കും മോളെ. അല്ല, ഇവൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നീ അവിടെ ഇരിക്കെ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്തു പറ്റി? ആ, എന്താ പ്രശ്നം? മായേ, ഇവൻ പേടിച്ചിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പറ്റി ഒന്നും ചോദിക്കാൻ ഞാൻ മറന്നു. ഇനി പറ മോളെ, നീ ശരിക്കും ആരാണ്? എന്റെ കൊച്ചുമോൻ ആപത്തിലാണെന്നുള്ള കാര്യം നിനക്കെങ്ങനെയാ മനസ്സിലായേ? ഒന്ന് ചോദിച്ചോട്ടെ, ഞങ്ങളെ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും സഹായം ചോദിക്കുക പോലും ചെയ്യാതെ നിങ്ങളെന്തിനാ എന്റെ അളിയനെ രക്ഷിച്ചത്? ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത സഹായം നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ആരാ? പറ മോളെ. ഞാൻ ആരാ, എന്തിന് അർജുനെ രക്ഷപ്പെടുത്തി, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അതിനു മുൻപ് നിങ്ങൾ എനിക്ക് തന്ന വാക്ക് നിറവേറ്റണം. അയ്യോ, കൊടുത്ത വാക്ക് ഞങ്ങൾ എങ്ങനെയാ മാറ്റുന്നേ? നിനക്ക് എന്താ വേണ്ടത്? മടിക്കണ്ട, പറഞ്ഞോളൂ. ചോദിച്ചോ. അർജുന എന്താ ഈ പറയുന്നേ? എന്റെ അളിയനെ കല്യാണം കഴിക്കണമെന്നോ? കൂടുതലൊന്നും ചോദിച്ചറിയാൻ നിൽക്കണ്ട. നിങ്ങൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അത്ര തന്നെ. ഞങ്ങൾ കൊടുത്ത വാക്ക് തെറ്റിക്കുന്നവരല്ല, വാക്കിന് വിലയുള്ളവരാണ് ഞങ്ങൾ. വേണ്ടി വന്ന സ്വന്തം ജീവൻ ചോദിച്ചാലും കൊടുക്കും. അത് നടക്കാത്ത കാര്യമാണ്. എന്തുകൊണ്ട് നടക്കില്ല? എന്റെ കൊച്ചുമോൻ അർജുന്റെയും എന്റെ കൊച്ചുമോള് ഭവാനിയുടെയും കല്യാണം ഉറപ്പിച്ചതാണ്. നിങ്ങളുടെ പേരക്കുട്ടിയുമായി നടക്കേണ്ടിയിരുന്ന വിവാഹം ഇനി ഞാനുമായിട്ട് നടക്കട്ടെ. അതെങ്ങനെ നടക്കും? നടന്നേ തീരൂ. ഈ കിടക്കുന്ന അർജുനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കണം. നീ എന്താ പറഞ്ഞത്? നിങ്ങൾ ഞങ്ങൾക്ക് വലിയ സഹായമാണ് ചെയ്തത്. നിങ്ങൾ ചെയ്ത കാര്യം ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരും. പക്ഷേ ഈ ഒരു കാര്യം ഒഴികെ. അർജുനും ഭവാനിയും തമ്മിലുള്ള നിശ്ചയം വരെ കഴിഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അത് നടന്നില്ല എന്ന് വെച്ച് നിങ്ങളുടെ കല്യാണം നടത്തി തരണമെന്നാണോ? എന്ത് ചോദിച്ചാലും ചെയ്തു തരുമെന്ന് വാക്ക് തന്നതല്ലേ. ഇപ്പൊ നിങ്ങൾ എന്തിനു വാക്ക് തെറ്റിക്കുന്നു? വാക്ക് തന്നു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചോദിച്ചാലും അങ്ങനെ തരാൻ പറ്റില്ല. നോക്കുമായ, നിങ്ങൾ എത്ര കാശ് വേണമെങ്കിലും ചോദിച്ചോളൂ, തരാം.
സ്വർണം വേണമെങ്കിൽ ചോദിക്കൂ, തരാം. എന്റെ അളിയനെ രക്ഷിച്ചതിന്റെ പേരില് എന്റെ മുഴുവൻ സ്വത്ത് എഴുതി തരാം. അതൊന്നും ചോദിക്കാതെ ഇതെന്തിനാ ചോദിക്കുന്നത്? ഞാൻ എത്ര പണം ചോദിച്ചാലും നിങ്ങൾ തരുമോ? തരുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ മുഴുവൻ സ്വത്തും തരുമെന്നാണ്. തരും ഞാൻ. ഉറപ്പായിട്ടും തരുമോ? തരാന്ന് പറഞ്ഞില്ലേ ഞാൻ? നിന്റെ സ്വത്തും പണവും തരാൻ വേണ്ടിട്ട് ഞാനിത് പിച്ചക്കാരിയാണെന്ന് വിചാരിച്ചോ? വിട് ഏട്ടാ, വിട് മോനെ വിട്. ഇവിടെ നോക്ക്, നീ നിനക്കെന്താ ഇത്ര അഹങ്കാരം? നീ ഒരു നല്ല പെണ്ണാണെന്നാ വിചാരിച്ചേ? ഞാൻ അത്ര നല്ലവളല്ല. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളെ അല്ല. ഞാൻ പറഞ്ഞതുപോലെ എന്റെയും അർജുന്റെയും വിവാഹം നടത്തി തന്നില്ലെങ്കിൽ എല്ലാവരെയും കൊന്നുകളയും. എന്താ ഭീഷണിയാണോ? ഇത് ഭീഷണിയല്ല, നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞതാണ്. ഏയ്, എന്റെ മേല് കൈവച്ചല്ലേ? എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ അളിയനെ രക്ഷിച്ചതിന്റെ നന്ദി കൊണ്ടും പിന്നെ നീ ഒരു പെണ്ണായി പോയത് കൊണ്ടും. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നിന്നെ ഇപ്പൊ ഞാൻ കൊന്നേനെ. ആഹാ, അങ്ങനെയാണോ? എന്നെ കൊല്ലാൻ കഴിവുള്ള ആളാണ് നീയെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ കഴിയുന്ന നിന്റെ അളിയനെ എന്തുകൊണ്ട് നിനക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല? എന്നെ കൊല്ലുന്നതിനുള്ള ധൈര്യം നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ നിന്റെ അനിയത്തിയെ കാണാതായ ആ സമയത്ത് തന്നെ നീ തിരികെ കൊണ്ടുവന്നനെ. എന്തുകൊണ്ടാ നിനക്ക് അതിന് കഴിയാത്തത്? സത്യം ചെയ്ത് തന്നു കഴിഞ്ഞ പിന്നെ എന്ത് പറഞ്ഞാലും അത് ചെയ്യണം, എന്ത് ചോദിച്ചാലും അത് തരണം. നിങ്ങളെ കൊണ്ട് അത് നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ എനിക്ക് വാക്ക് തന്നത്? നീ ഇങ്ങനൊരു ആവശ്യം ഞങ്ങളോട് ചോദിക്കുമെന്ന് അറിയാതെയാണ് വാക്ക് തന്നത്. ദയവ് ചെയ്ത് നിന്റെ അടുത്ത് കൈ കുമ്പിട്ട് പറയുക, എന്റെ കൊച്ചുമോനെയും കൊച്ചുമോളെയും വേർപിരിക്കരുത്. അർജുന്റെയും ഭവാനിയുടെയും കല്യാണ തീയതി വരെ കുറിച്ചതാണ്. നാളെ അവരുടെ കല്യാണമാണ്. മുഹൂർത്തമൊക്കെ കുറിച്ചു. നാളെ രണ്ടുപേരുടെയും കല്യാണം എന്നല്ലേ എന്നോട് പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ പേരക്കുട്ടിയുടെ ജീവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ നിങ്ങൾ കല്യാണം നടത്തുമായിരുന്നു? എന്താരും ഒന്നും മിണ്ടാതെ? ഞാൻ വന്ന് ചികിത്സിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ അർജുന്റെ ജീവൻ തിരിച്ചു കിട്ടില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ മരിച്ചുപോയ നിങ്ങളുടെ പേരക്കുട്ടിയുടെ ജഡം വെച്ചിട്ട് നിങ്ങൾ ഈ കല്യാണം നടത്തുമായിരുന്നോ? എന്താരും ഒന്നും മിണ്ടാത്തെ? ഞാൻ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ അർജുൻ ജീവനോടെ ഇരിക്കില്ലായിരുന്നു, അറിയോ? അങ്ങനെയായിരുന്നെങ്കിൽ മരിച്ചുപോയ നിങ്ങളുടെ അർജുന്റെ ശരീരം വെച്ചിട്ട് ഭവാനിയായിട്ട് കല്യാണം നടത്തുമായിരുന്നോ? മരിച്ചുപോയവന്റെ കല്യാണം എങ്ങനെയാ കുട്ടി നടത്തുന്നത്? പറ്റില്ലല്ലോ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. മരിക്കാൻ കിടന്നവനെ ഞാൻ തിരികെ കൊണ്ടുവന്നു എന്ന് വെച്ചാ അവന്റെ ജീവൻ എനിക്കുള്ളതാ. അവനിൽ ഇനി എനിക്കാണ് പൂർണ്ണ അവകാശം. അതുമാത്രമല്ല, നിങ്ങൾ എല്ലാവരും എനിക്ക് വാക്ക് തന്നതല്ലേ, അപ്പൊ ഈ കല്യാണം നടക്കണം. നീ ഒന്ന് കേക്ക്.
നീ ആരാണെന്ന് എനിക്കറിയില്ല. ആപത്തിലിരുന്നപ്പോ നീ സഹായിക്കാമെന്ന് പറഞ്ഞു. നീ സഹായിച്ചു. അത്രയും നല്ല മനസ്സ് കാണിച്ച നീ വേറൊരു പെൺകുട്ടിയായിട്ട് നിശ്ചയം കഴിഞ്ഞ ഒരാളെ എന്തിനാ കല്യാണം കഴിക്കുന്നേ? എന്തിനെന്നോ? എന്തെന്നാൽ അവൻ എന്റെ സ്വത്താണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ രക്ഷപ്പെടുത്തി. നിങ്ങൾ എനിക്ക് സത്യവും ചെയ്തു തന്നു. എനിക്ക് തന്ന വാക്ക് പാലിക്കാതെ, നമ്മുടെ കല്യാണം നടത്താതെ അർജുനെയും ഭവാനിയും തമ്മിൽ ഒന്നിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ചെയ്താ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവൻ ഞാൻ എടുത്തിരിക്കും. നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊന്നുകളയും. ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാലും ഭയപ്പെടുത്തിയാലും ഒന്നും നിങ്ങൾ ഉദ്ദേശിച്ച ഒന്നും നടക്കാൻ പോകുന്നില്ല. അർജുനും എന്റെ അനുജത്തിയുമായുള്ള കല്യാണം നടക്കും. ഇറങ്ങിപ്പോവിടുന്ന. നീ ഇനി എന്തൊക്കെ ചെയ്താലും ശരി, അർജുനും ഭവാനിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. എന്താന്നറിയോ? നിന്റെ സഹോദരി ഭവാനിയില്ലേ, അവളെ ഇപ്പൊ എന്റെ നിയന്ത്രണത്തിലാ ഉള്ളത്. ഏയ്, നീ എന്താ പറയുന്നത്? എന്റെ അനുജത്തിയെ തട്ടിക്കൊണ്ടുപോയത് നീയാണെന്നോ? അർജുന്റെയും എന്റെയും വിവാഹം നടക്കണമെങ്കിൽ അതിന് നിന്റെ സഹോദരി തടസ്സമാകാൻ പാടില്ലല്ലോ. അത്രയ്ക്ക് ധൈര്യമോ നിനക്കാ? എന്റെ അനുജത്തെ തട്ടിക്കൊണ്ടുപോയിട്ടാ ഇവിടെ വന്ന് നാടകം കളിക്കുന്നോ? ഇനി നീ നാടകം കളിക്കണ്ട. നിന്നെ വേണ്ട. ഭവാനി നീ എവിടെയാ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കുന്നെന്ന് പറ. ദയവ് ചെയ്ത് എന്റെ കൊച്ചുമോളെ നീ ഒന്നും ചെയ്യരുതേ. ദയവായിട്ട് അവളെ വിട്ടേക്ക്. നീ ഞാനും അർജുനും തമ്മിലുള്ള വിവാഹം നടത്തി തന്നാ നിങ്ങളുടെ ആരെയും ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇനി മറിച്ചാണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ആ നിമിഷം തന്നെ കൊന്നുകളയും. നാളെയല്ലേ കല്യാണത്തിന് മുഹൂർത്തം കുറിച്ചിരിക്കുന്നെ? നാളെ രാവിലെ ഞാൻ വരും. ഈ വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കണം. ഞാൻ വരുന്നത് വരെ നിങ്ങൾക്ക് ഇവിടം വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല.